ഹലോ, ഞങ്ങളൊരു പുതിയ യാത്രയിലാണ്. ഒരു അടിപൊളി ഒരു യാത്രയാണ്, പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് എപ്പോഴും നമ്മൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിട്ടാ പോകുന്നത്. പക്ഷെ ഇന്ന് നമ്മള് സ്ഥലമില്ല, ഒരു ആളെ കാണാൻ വേണ്ടിട്ടാ പോകുന്നത് കേട്ടോ. ഒരു സ്പെഷ്യൽ ആളെ കാണാൻ വേണ്ടിട്ടാ പോകുന്നത്. നമ്മൾ കാണാൻ പോകുന്ന ആളെ പറ്റി എന്താ പറയാനുള്ളത്? നമ്മള് കാണാൻ പോകുന്ന ആള് ഒരു VIP ആണോ VVIP ആണോ എന്ന് ചോദിച്ചാൽ അതൊന്നും അല്ല, ഒരു സാധാരണ ആളാണ്. പക്ഷെ VIP-യുടെ തോളോടൊപ്പം നിൽക്കുന്ന ആളാണ്. ഒരു രാഷ്ട്രീയ നേതാവല്ല, ഒരു സിനിമാ നടനോ സിനിമാ നടിയോ അല്ല, എഴുത്തുകാരനോ എഴുത്തുകാരിയോ അങ്ങനെയൊക്കെയാണോ എന്നാ ചെറിയൊരു കലാകാരിയാണ്, നല്ല രീതിയിൽ കലാകാരിയാണ്. പക്ഷേ കേരളം മൊത്തം അറിയാം, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ലോകത്ത് എവിടെ മലയാളികളുണ്ട് അവർക്ക് എല്ലാവർക്കും അറിയാം. And it's none other than Nagasairendrani Devi. നമ്മളൊരാളെ ആദ്യമായി കാണാൻ ചെല്ലുമ്പോൾ പല മുൻവിധികളോടുകൂടിയായിരിക്കും നമ്മൾ ചെല്ലുന്നത്. എന്നാൽ എൻ്റെ മനസ്സിലുള്ള എല്ലാ മുൻവിധികളെയും പാടെ തെറ്റിച്ച ഒരാളായിരുന്നു നാഗസൈരന്ദ്രണി ദേവി. അയ്യോ, ഈ വഴി ഒരു പിടുത്തവും കിടന്നില്ല. കൊറേ ദൂരം നടക്കാനുണ്ടോ ചേ? കൊറേ ദൂരം നടക്കാനുണ്ടോ? ഞാൻ പണ്ട് സ്ഥിരം വരുവാർന്നല്ലോ. ആഞ്ഞിലിച്ചക്ക മാത്രമല്ല, നിറച്ച് കലേരിയുണ്ട്. ഓ, ഇവിടെ സൂക്ഷിക്കാം. താ സൂക്ഷിച്ചിറങ്ങ. ഇറ്റ്സ് എ ഹെവി ടാസ്ക്. എന്താടാ ഇത്, മൂത്രപ്പുരേ നാട്ടില്? ഇവിടെ ചെറിയൊരു നീരരുവി. ചെന്ന് കേറിയ നിമിഷം മുതൽ ഞങ്ങളോടുള്ള പെരുമാറ്റം ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഇത് വളരെ മനോഹരമായ ഒരു മാലയാണ്. എൻ്റെ വാഴയിലേക്ക് കൊണ്ടുവന്നേക്കുന്ന സുന്ദരമായ മാല. സോഷ്യൽ മീഡിയയിൽ കണ്ടറിഞ്ഞ നാഗസൈരന്ദ്രണിയെ അല്ല ഞങ്ങൾ നേരിൽ കണ്ടത്. ഓരോ നിമിഷവും നിഷ്കളങ്കതയും സ്നേഹവും കൊണ്ട് അവർ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രൈവസി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ലൈഫാണ്. കാര്യം ശരിയാണ്, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫേമസ് ആണെങ്കിലും അവിടെയും ഒരു സ്വകാര്യത ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും. ഉള്ളിൽ ചിലർ അതിട്ട് നീട്ടി ഈ സ്വയം എരിഞ്ഞ് എടുക്കും. പക്ഷെ എനിക്കങ്ങനെ എരിയേണ്ടി വന്നില്ല. എനിക്ക് എന്തൊക്കെയാണോ ഞാൻ ഉൾക്കാഴ്ചയിൽ കണ്ടത് മൊത്തം തുറന്ന് ലോകത്ത് ഇടുകയാണ്. അതാണ് നിങ്ങൾ ട്രോളായും ഒക്കെയും നിങ്ങൾ കാണുന്നത്. അത് മാത്രം വെളിയിൽ നിന്ന് ഒരാളിൽ നോക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് ചിരിക്കുന്നതും കരയുന്നതും ഇങ്ങനെയൊക്കെ ആയിരിക്കും അവര് കാണുന്നത്. ഓൾറെഡി അവർക്ക് തോന്നും നമ്മൾ ഭ്രാന്ത് കാട്ടുവന്ന്. പക്ഷെ അല്ല, അതിന് ആനന്ദം എന്ന് പറയുന്നത്. ആ അവസ്ഥയിലാണ് ഈ കുട്ടികളെല്ലാം കൂടെ പറഞ്ഞ എന്നെ കൊണ്ടുവന്ന് ഭ്രാന്താക്കി കൊണ്ടിട്ടാണ്. ഇവിടെ എല്ലാം പടവായിരുന്നു. മറ്റു മഴയും വന്നിട്ട് മൊത്തം എടുത്തങ്ങ് പണങ്ങിയുണ്ട്. അതുപോലെ പ്രേമലൂലും വോയിസ് എടുക്കുന്നുണ്ടല്ലോ. ഇഷ്ടംപോലെ സിനിമയിൽ വോയിസ് എടുക്കുന്നുണ്ട്. ഞങ്ങള് ലോക്ക്ഡൌൺ സമയത്തില്ലേ വീട്ടിൽ തന്നെയായിരുന്നല്ലോ, വേറെ ഒരു പരിപാടിയില്ല. എല്ലാ ദിവസവും ഓരോരോ പരീക്ഷണങ്ങളാണ്.
പക്ഷെ അന്നൊന്നും നമുക്ക് അങ്ങനെ ചാനൽ തുടങ്ങാനോ അത് ആളുകൾ പ്രദർശിപ്പിക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം ഇവൻ ചെറുതാണ്, ഇവളുടെ പ്രസവം കഴിഞ്ഞ് ഇവള് ചെറുതാ, നോക്കാൻ വേറെ ആരും ഇല്ല വീട്ടില്. അപ്പൊ അത് കാരണം ലോക്ക്ഡൌൺ സമയത്ത് ഇത് നമുക്ക് പറ്റിയ വീഡിയോ ചെയ്യണം കേട്ടോ. അതെ. രണ്ടുപേരും അറിഞ്ഞ ഞങ്ങള് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു, പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. ഞങ്ങൾ 5 വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. ഞങ്ങൾ ചെല്ലുന്ന ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയധികം വിഭവങ്ങൾ പാകം ചെയ്ത് ഞങ്ങളെ നോക്കിയിരിക്കുന്ന ഒരു നാഗസൈരന്ദ്രനിയെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഇതൊക്കെ ജീവിതത്തിൽ ഈ കറിയൊക്കെ അതെ, ഇതെന്താണ് സാർ? ചേമ്പല ഇതൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കി തന്നെ അത് കഴിഞ്ഞു വീട്ടിലേക്കും കൂടി പൊതിഞ്ഞു തന്നുവിടുവാണ്. മക്കളെ, നിങ്ങൾ അങ്ങോട്ട് പോവാൻ നേരമേ ഇനി നിങ്ങൾ രാത്രി അവിടെ എത്തില്ലേ, അപ്പൊ ബസ്സിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടേ? അപ്പൊ അത് തിരിച്ചു. അയ്യോ വേണ്ട, ഇനിയിപ്പോ അതല്ലേ പോലെ തിരിച്ച് എത്താറാകുമ്പോ പോകുന്ന വഴിക്ക് ഇല്ല, അത് സാരില്ല. ഞങ്ങൾ എന്തേലും ഇനിയിപ്പോ ഒരു ചായ കൂടി അങ്ങനെ എന്തേലും കഴിച്ച് വീട്ടിലെത്തിയിട്ടായിരിക്കും. കറികൾ മാത്രമല്ല കേട്ടോ, മാങ്കോസ്റ്റിനടക്കം കുറേ പഴങ്ങളും, എന്തിനേറെ പറയുന്നു അരിയും സവാളയും വരെ സ്നേഹത്തോടെ നിർബന്ധിച്ച് ഞങ്ങൾക്ക് തന്നുവിട്ടു. കേട്ടോ. ഇതാരുടെ യൂട്യൂബ് പ്ലേ ബട്ടണിന്റെ അടുത്ത് കൈ പിടിച്ചോണ്ടിരിക്കുന്നത്? ഇത് നാഗദേവിയുടെ. നമുക്കും വേണ്ടേ ഇത് സ്വന്തമായിട്ട് പ്ലേ ബട്ടൺ? സന്തോഷത്തോടെ അവിടുന്ന് പടിയിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, എത്ര പെട്ടെന്നാണ് മനുഷ്യരെ പറ്റിയുള്ള നമ്മുടെ ധാരണകൾ മാറി മറിയുന്നത്. സോഷ്യൽ മീഡിയ എന്തു തന്നെ പറഞ്ഞാലും ഞങ്ങൾ നേരിൽ കണ്ട നാഗസൈരന്ദ്രണി ദേവി അങ്ങേയറ്റം നിഷ്കളങ്കയും മനസ്സ് നിറയെ സ്നേഹവുമുള്ള വ്യക്തിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നാഗദേവിയോടൊന്നിച്ചുള്ള കുറേ നല്ല നിമിഷങ്ങൾക്കൊപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.